എടാ നെക്സ്റ്റ് പോയം എന്ന് പറയുന്നത് ദ ബ്രോക്കൺ വാട്ടർ ജഗ് ബൈ ഒക്ടേവിയോ പാസ്. പേജ് നമ്പർ 122 അപ്പോൾ ഒക്ടേവിയോ പാസ് എന്ന് പറയുന്നത് ഒരു മെക്സിക്കൻ പോയറ്റാണ്. പിന്നെ അദ്ദേഹത്തിന് 2-3 പ്രൈസ്, നൊബേൽ പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട് ലിറ്ററേച്ചറിൽ 1990. വളരെ നല്ല ഒരു ഓതറും പോയറ്റും കൂടിയാണ് ഇദ്ദേഹം. ഒരുപാട് ലാംഗ്വേജസിലോട്ട് ഇയാളുടെ വർക്ക്സ് ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇയാളുടെ വർക്ക്സ് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മുടെ സാമുവൽ ബെക്കറ്റ് ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സാമുവൽ ബെക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പോസ്റ്റ് മോഡേണിസ്റ്റ് റൈറ്ററാണേ, മറന്നു പോകരുത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ പോയട്രി എന്ന് പറയുന്നത്, അതായത് ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സെറ്റ് ഓഫ് പോയട്രി ഉണ്ടല്ലോ, ആദ്യം എഴുതി തുടങ്ങിയ പോയട്രി എന്ന് പറയുന്നത് എക്സിസ്റ്റൻഷ്യലിസത്തിൻ്റെയും ബുദ്ധിസത്തിൻ്റെയും ഹിന്ദുയിസത്തിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ സറിയലിസ്റ്റ് പോയട്രിയുടെ ആളാണ് ഇദ്ദേഹം. സറിയലിസ്റ്റ് പോയട്രി എന്ന് പറയുമ്പോൾ എന്താണ്, കുറച്ച് ഫാൻറ്റസി, കുറച്ച് റിയലിസം, ഇതൊക്കെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ടുള്ളതാണ് സറിയലിസ്റ്റിക് പോയട്രി. പിന്നെ ഫസ്റ്റ് ലേറ്റർ പോയട്രി, അതായത് കുറച്ചും കൂടി അവസാന നാളുകളിൽ എഴുതിയ പോയട്രി എന്ന് പറയുന്നത് ലവിനെ കുറിച്ചുമൊക്കെയാണ് ഇദ്ദേഹം എഴുതിയത്. ടൈമിനെ കുറിച്ച്, ബുദ്ധിസത്തിനെ കുറിച്ചൊക്കെയാണ് ഇദ്ദേഹം എഴുതിയത്. അതുപോലെ തന്നെ മോഡേൺ പെയിന്റിങ്ങിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ പിന്നെന്താണ് പാഷനെ കുറിച്ചുമൊക്കെ ഇദ്ദേഹം പോയംസ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് വർക്കാണ് നമുക്ക് പഠിക്കാനുള്ളത് ദ ബ്രോക്കൺ വാട്ടർ ജഗ്. ഈ പോയം എന്ന് പറയുന്നത് എർത്തിൻ്റെ നാച്ചുറൽ ബ്യൂട്ടിയെക്കുറിച്ചും നമ്മുടെ എനർജിയെക്കുറിച്ചും, കുറിച്ചും ലിവിങ് ബീയിങ്സിൻ്റെ എനർജിയെക്കുറിച്ചും നമ്മുടെ നാച്ചുറൽ റിസോഴ്സസിനെ കുറിച്ചും നമ്മുടെ എർത്തിൻ്റെ നാച്ചുറൽ ബ്യൂട്ടിയെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു പോയത്തിനകത്ത് ഇദ്ദേഹം സെലിബ്രേറ്റ് ചെയ്ത് പറയുന്നത്. ആൻഡ് ഫസ്റ്റ് ഇദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ റെയിനിനെ കുറിച്ച് പറഞ്ഞാണ് തുടങ്ങുന്നത്. ആദ്യം മിസ് ഒരു ജനറൽ സമ്മറി പറയാം. റെയിനിനെ കുറിച്ച് പറയുന്നുണ്ട്. റെയിൻ എന്ന് പറയുന്നത് എന്താണ്, എല്ലാത്തിനെയും വളർത്താൻ, അതായത് ഗ്രോത്തിനെ സഹായിക്കുന്നതാണ് റെയിൻ എന്ന് പറയുന്നത്. അത് മാത്രമല്ല എർത്തിന് കളർ കൊടുക്കുന്നത് റെയിൻ ആണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ വാട്ടറിനെ കുറിച്ചാണ് അടുത്ത പറയുന്നത്. വാട്ടർ ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ലൈഫ് എന്നാണ് പറയുന്നത്. ദെൻ വീണ്ടും അദ്ദേഹം സണ്ണിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ബേർഡ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, ലൈറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, സ്റ്റാർസിനെ കുറിച്ച് പറയുന്നുണ്ട്, വിൻഡിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ റെയിൻ എന്ന് പറയുന്നത് പറയാണ്, റെയിൻ മാത്രമല്ല നമ്മുടെ എർത്തിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്, എല്ലാ ലിവിങ് ബീയിങ്സിനും നമ്മുടെ എർത്തിലുള്ള എല്ലാ നാച്ചുറൽ റിസോഴ്സസും ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് പറയുന്നത്. അതിൻ്റെ എല്ലാം ബ്യൂട്ടിയെക്കുറിച്ചാണ് അദ്ദേഹം ഈ ഒരു പോയത്തിനകത്ത് പറയുന്നത്. പിന്നീട് അദ്ദേഹം ആ ഒരു പോയമിൻ്റെ മൂഡെന്ന് പറയുന്നത് വളരെ ഡാർക്കായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ ആ ഒരു 2-3 ആദ്യത്തെ ആ ഒരു പാർട്ടിൽ, പോയത്തിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോൾ കുറച്ച് ഡാർക്കായിട്ടുള്ള തീംസിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് റീഡേഴ്സിൻ്റെ അടുത്ത് പറയുവാണ് നമ്മുടെ എർത്തിൻ്റെ നാച്ചുറൽ ബ്യൂട്ടിയോ അല്ലെങ്കിൽ എർത്തിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കണം. അതായത് ഈ നാച്ചുറൽ റിസോഴ്സസും നാച്ചുറൽ ബ്യൂട്ടിയും ഒന്നും ഇല്ലായിരുന്നുവെങ്കിൽ എർത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, നമുക്ക് ഒരിക്കലും എർത്തിൽ ജീവിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ എൻഡ് ഓഫ് ദി പോയം നമ്മുടെ പോയറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ റിസോഴ്സസിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. അത് എങ്ങനെ എർത്തിനെ ബ്യൂട്ടിഫുൾ ആക്കുന്നു ഇതാണ് പറയുന്നത്. ആൻഡ് വി ഷുഡ് ഓൾസോ ബി മോർ അവെയർ ഓഫ് ദി എർത്തിൻ്റെ നാച്ചുറൽ റിസോഴ്സസ്. അതായത് ഈ നാച്ചുറൽ റിസോഴ്സ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മളാണ്. അതുപോലെ തന്നെ നമുക്ക് ഭൂമിക്ക് ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാണ് ആര് പറയുന്ന പോയിട്ട് പറയുന്നത്. ഇനി നമുക്ക് എക്സാം ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. വാട്ടർ എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോം ഓഫ് അവർ എക്സിസ്റ്റൻസ് എന്നാണ് പോയിട്ട് പറയുന്നത്. പിന്നെന്താണ്, പേജ് നമ്പർ 126 ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ ഉള്ള എല്ലാ ലിവിങ് ബീയിങ്സിനെയും നാച്ചുറൽ റിസോഴ്സസിനെയും ആളുകൾ അഡ്മയർ ചെയ്യുക. പിന്നെന്താണ് പറയുന്നത്, റീഡേഴ്സിൻ്റെ അടുത്ത് എന്താ പറയുന്നത്, നമ്മുടെ എർത്തിൻ്റെ നാച്ചുറൽ ബ്യൂട്ടിയെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. പിന്നെന്താണ്, ഈ നാച്ചുറൽ റിസോഴ്സസ് ഒന്നും ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ എർത്ത് എങ്ങനെയായി മാറിയേനെന്നൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കണം എന്നൊക്കെയാണ് നമ്മുടെ റൈറ്റർ പറയുന്നത്. ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ പോയം എന്താണ് റീഡറിൻ്റെ അടുത്ത് പറയുന്നത്, നമ്മുടെ എർത്തിൻ്റെ നാച്ചുറൽ ബ്യൂട്ടിയും നാച്ചുറൽ റിസോഴ്സസും എല്ലാം നമ്മൾ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. അത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ റിയലൈസ് ചെയ്യുക. അതാണ് പറയുന്നത്. ദെൻ ഒക്ടേവിയോ പാസ് എന്ന് പറയുന്ന പോയിട്ട് മെക്സിക്കൻ പോയിറ്റാണ്. ഇദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്, അത് മറന്നു പോകരുത്. 1990 കിട്ടിയത്. പിന്നെന്താണ്, തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും, ഈ ഒരു പോയത്തിൻ്റെ നമ്മുടെ എർത്തിൻ്റെ നാച്ചുറൽ ബ്യൂട്ടിയും ലിവിങ് ബീയിങ്സിൻ്റെ എനർജിയും അതിനെക്കുറിച്ചൊക്കെയാണ് ഈ പോയം സംസാരിക്കുന്നത്. ദെൻ റെയിൻ എന്തുകൊണ്ടാണ് സിഗ്നിഫിക്കൻ്റ് എന്ന് മിസ് പറഞ്ഞു. അതായത് എല്ലാത്തിനെയും ഗ്രോ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് റെയിൻ. അതുപോലെ തന്നെ നമ്മുടെ എർത്തിന് കളർ തരുന്നതാണ് റെയിൻ എന്ന് പറയുന്നത്. തീംസ് എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പോയിട്രിയുടെ തീംസ് ഏതൊക്കെയാണ്, ബാക്കിയുള്ള പോയംസ് ലവ്, ഇറോട്ടിസിസം ഉണ്ട്, ടൈമിനെ കുറിച്ച് പറയുന്നുണ്ട്, ബുദ്ധിസത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ
ഇന്ത്യയുമായിട്ട് ചെറിയൊരു കണക്ഷനുണ്ട് നമ്മുടെ പാസ്. ഇദ്ദേഹം അംബാസഡറായിട്ട് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വാട്ടറിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ലൈഫിന് ഏറ്റവും അധികം ഇമ്പോർട്ടൻറ്റ് എക്സിസ്റ്റൻസിന് വേണ്ടുന്നത് വാട്ടറാണ്. നമ്മുടെ ഗുഡ് ഹെൽത്തിനും ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനും ഒക്കെ വാട്ടർ വേണം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ബോഡി നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യാനും ഡൈജഷന് വേണ്ടിയും ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യാനും നമുക്ക് വാട്ടർ വേണം. പിന്നെ എർത്തിൻ്റെ നാച്ചുറൽ ബ്യൂട്ടി എങ്ങനെയാണ്? നമ്മുടെ എർത്ത് ഒരു ലവ്ലി പ്ലാനറ്റ് ആണ് ആൻഡ് ഒരുപാട് നാച്ചുറൽ റിസോഴ്സ് ഉണ്ട്, ഓഷ്യൻസ് ഉണ്ട്, പ്ലാന്റ്സ് ഉണ്ട്, ആനിമൽസ് ഉണ്ട്. പിന്നെ എന്താണ്, ഇത് ഇത്രയാണ് നമ്മുടെ ലാൻഡിനെ ബ്യൂട്ടിഫുൾ ആക്കി മാറ്റുന്നത്. എർത്ത് എന്ന് പറയുന്നത് വെറൈറ്റി ഓഫ് തിങ്സ് ആണുള്ളത്. മൂണുണ്ട്, സ്റ്റാർസ് ഉണ്ട്, പിന്നെന്താണ് സ്നോയി മൗണ്ടൻസ് ഉണ്ട്, റിവേഴ്സ് ഉണ്ട്, ലേക്സ് ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ പറയുന്നത് പേജ് നമ്പർ 128 തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് എ പോയിറ്റ് മേക്ക് us അവെയർ ഓഫ് അവർ ഡ്രീംസ്? പോയിട്ട് പറയുവാണ് നമ്മൾ ഡ്രീംസ്, അതായത് നമ്മൾ സ്വപ്നം കാണാൻ എങ്ങനെ നമ്മൾ സ്വപ്നം കാണണമെന്ന് നമ്മുടെ പോയിട്ട് പറയുവാണ് നമ്മളുടെ അടുത്ത് കണ്ണ് തുറന്ന് ഉറങ്ങണം. അതായത് ഡ്രീംസ് അപ്പം നമുക്ക് റിയാലിറ്റി പോലെ തോന്നുന്നു. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്യണം, എന്നിട്ട് നമ്മൾ സ്വപ്നം കാണണം. എന്നാൽ മാത്രമേ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡോണ്ട് സ്റ്റോപ്പ് ഡ്രീമിങ് എന്നാണ് പോയിട്ട് പറയുന്നത്. ഡ്രീം ചെയ്തുകൊണ്ടേ ഇരിക്കുക ഫുൾഫിൽ ആവുന്നത് വരെ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ലേറ്റർ വർക്ക്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? മിസ് പറഞ്ഞു, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള വർക്ക്സ് ആണ്. പിന്നെ ഫിലോസഫിയും റിലിജനും ആർട്ടും പൊളിറ്റിക്സും എല്ലാം കൂടി ചേരുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ലേറ്റർ വർക്ക്സ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ എർത്തിൻ്റെ ബ്യൂട്ടി എങ്ങനെയൊക്കെയാണ് പറഞ്ഞേക്കുന്നതെന്ന് മിസ് പറഞ്ഞു. വളരെ പേജ് നമ്പർ 129 സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലിറിക്കലായിട്ടും ക്ലാരിറ്റിയോടുകൂടിയും ഡയറക്റ്റ് ആയിട്ടും ഒക്കെയാണ് ഇദ്ദേഹം പറയുന്നത് ഈ എർത്തിൻ്റെ ബ്യൂട്ടിയെക്കുറിച്ച്. റെയിനിൽ നിന്ന് തുടങ്ങി വാട്ടറിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്, നാച്ചുറൽ റിസോഴ്സിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെന്താണ്, എർത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാനറ്റാണെന്ന് പറയുന്നുണ്ട്. എർത്തിലെ നാച്ചുറൽ റിസോഴ്സ് ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഈ ഒരു നാച്ചുറൽ റിസോഴ്സസ് നമുക്ക് നമ്മുടെ മൈൻഡിന് കാംനെസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ പീസ് കൊടുക്കുന്നു എന്ന് പറയുവാണ്. പിന്നെ ഏതൊക്കെ ഇമേജസിനെ കുറിച്ചാണ് ഈ പോയത്തിനകത്ത് പറയുന്നത്? പേജ് നമ്പർ 130 തേർഡ് ക്വസ്റ്റ്യൻ, സണ്ണിനെ കുറിച്ച് പറയുന്നുണ്ട്, വിൻഡ്, ലൈറ്റ്, സ്റ്റാർസ്, റെയിന്, പിന്നെ നാച്ചുറൽ റിസോഴ്സസ്, പിന്നെ ഡ്രീമിൻ്റെ ഇമേജ് പറയുന്നുണ്ട്, കണ്ണ് തുറന്നുറങ്ങണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെന്താണ് മോളെ പറയുന്നത്? പിന്നെന്താണ്, സോങ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, അതായത് ബേർഡ്സിൻ്റെ സോങ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, റൂട്ട്സ്, ബ്രാഞ്ചസ്, ട്രങ്കിനെ കുറിച്ച് പറയുന്നുണ്ട് ട്രീസിൽ. പിന്നെ നമ്മുടെ വേവ്സ്, പിന്നെ വേവ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്സിജൻ, അതായത് നമ്മുടെ എർത്താണ് നമുക്ക് ഓക്സിജൻ തരുന്നത്, വാട്ടർ തരുന്നുണ്ട്, നമുക്ക് ഫുഡ് തരുന്നുണ്ട്. സോ ഇത്രയും ഇമേജസ് ആണ് വരുന്നത് കേട്ടോ. ആൻഡ് പേജ് നമ്പർ 132 ഇതിനകത്ത് കുറേ ഇമേജസും കൂടി പറയുന്നുണ്ട്. അപ്പം നമ്മൾ മിസ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് വീണ്ടും പറഞ്ഞു പോകുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ മതി എസ് ചോദിക്കുമ്പോൾ.